നമസ്കാരം, ഞാൻ മനോജ്. മനസ്സിലൊരു കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകത്തിലെ ഏറ്റവും പേടിപ്പെടുത്തിയ സിനിമ ഏതെന്ന് ചോദിച്ചാൽ പലരുടെയും ഉത്തരം ദ എക്സോസിസ്റ്റ് എന്നായിരിക്കും. എന്നാൽ ആ സിനിമയ്ക്ക് പിന്നിൽ വിറപ്പിക്കുന്ന ഒരു യഥാർത്ഥ സത്യമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? 1949 അമേരിക്കയിലെ മെരിലാൻഡിൽ നടന്ന ആ സംഭവം. സിനിമയിൽ ഒരു പെൺകുട്ടിയെയാണ് കാണിക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ അതൊരു ആൺകുട്ടിയായിരുന്നു. ചരിത്രരേഖകളിൽ റോളണ്ട് ഡോ എന്നാണ് അവനെ വിളിക്കുന്നത്. തന്റെ പ്രിയപ്പെട്ട അമ്മായി മരിച്ചതോടെയാണ് റോളണ്ടിന്റെ ജീവിതത്തിൽ അസ്വാഭാവികമായ കാര്യങ്ങൾ സംഭവിക്കുന്നത്. അമ്മായി പഠിപ്പിച്ചു കൊടുത്ത ഓയിജ ബോർഡിംഗ് വഴി അവരുമായി സംസാരിക്കാൻ റോളണ്ട് അവിടെ നിന്നാണ് എല്ലാം തുടങ്ങിയത്. റോളണ്ടിന്റെ മുറിയിൽ നിന്ന് വിചിത്രമായ ശബ്ദങ്ങൾ കേട്ടു തുടങ്ങി. ഫർണിച്ചറുകൾ തനിയെ നീങ്ങുന്നു. അവൻ ഉറങ്ങുന്ന കട്ടിൽ വായുവിൽ ഉയർന്നു പൊങ്ങുന്നു. പേടിച്ചുപോയ മാതാപിതാക്കൾ ഡോക്ടർമാരെയും ശാസ്ത്രജ്ഞരെയും സമീപിച്ചു. എന്നാൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഒടുവിൽ അവർ സഭയുടെ സഹായം തേടി. ഏകദേശം 30 തവണയാണ് റോളണ്ടിന്റെ മേൽ ഉച്ചാടന കർമ്മങ്ങൾ നടത്തിയത്. ആ സമയത്ത് അവൻ ലത്തീൻ ഭാഷയിൽ സംസാരിക്കുകയും വൈദികരെ ആക്രമിക്കുകയും ചെയ്തു. അവന്റെ ശരീരത്തിൽ വിചിത്രമായ മുറിവുകളും വാക്കുകളും തനിയെ പ്രത്യക്ഷപ്പെട്ടു. ഫാദർ വില്യം ബൗഡൻ ഈ സംഭവങ്ങൾ ഓരോന്നും തന്റെ ഡയറിയിൽ കുറിച്ചു വെച്ചിരുന്നു. ആ ഡയറി കുറിപ്പുകളാണ് പിന്നീട് ലോകത്തെ ഞെട്ടിച്ച സിനിമയായി മാറിയത്.